ഖദർ തന്നെ കിട്ടണം എന്ന് ആഗ്രഹിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട്. പല DCC പ്രസിഡന്റുമാരും പല രാഷ്ട്രീയക്കാരുണ്ട്. അത് അവരുടെ ചോയ്സാണ്. ഒരാൾ ഖദർ ഇട്ടെന്നും കണ്ട് കോൺഗ്രസ് ആവത്തുമില്ല, ഖദർ ഇട്ടില്ലെന്നും കണ്ട് കോൺഗ്രസ് ആകാതെ ഇരിക്കത്തില്ല. അജയ് തറയിലിൻ്റെ അടുത്ത് അബിൻ വർക്കി തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ജീൻസും ടീഷർട്ടും ഇടുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരനല്ലേ? അജയ് തറയിൽ ആദ്യം പോയിട്ട് രാഹുൽ ഗാന്ധി അത് ലയിപ്പിക്കും. ഗവർണറങ്ങളാണെങ്കിൽ ഒരമ്മച്ചിയെ ഫേഷ്യലൊക്കെ ചെയ്യിപ്പിച്ച് സാരി ഉടുപ്പിച്ച് അതാണ് ഭാരതാംബ എന്ന് പറയുന്നത്. അതൊരു വിശാലമായ കോൺസെപ്റ്റാണ്. ഇപ്പോൾ പുതിയ തലമുറയിലുള്ള പിള്ളേർക്ക് അജയ് തറയിനെ അറിയത്തില്ല. ഇങ്ങനെ കോൺഗ്രസിന് എന്തോ ഗുണകരമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി എന്നുള്ളതിനപ്പുറത്ത് ഇതിനകത്ത് നമ്മളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. ഈ ഖദറും രാഷ്ട്രീയവും ശരിക്കും ഖദർ രാഷ്ട്രീയത്തിന് അനിവാര്യമായ ഒരു ഘടകമാണോ? ഖദർ എന്നുള്ളതല്ല, കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും കുറേ കാലമായിട്ട് സാരിയിലും ഷർട്ടിലും പാൻറ്റിലും എല്ലാം കൊണ്ടേ കുട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഏതാനും നാളുകൾക്ക് മുമ്പാണ് VD സതീഷിൻ്റെ ഷൂസ് 9,000 രൂപയുടെ ഷൂസ് ഇട്ടു എന്ന് പറഞ്ഞത്. ഇന്നലെ ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടു, ഷാഫി പറമ്പിലിൻ്റെ കൂളിംഗ് ഗ്ലാസ്സിന് 2 ലക്ഷം രൂപയാണ് വില എന്നുള്ളത്. സത്യമാണെന്നുള്ള അറിയത്തില്ല. അവർക്ക് വാങ്ങാനുള്ള കഴിവുണ്ടെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് നരേന്ദ്രമോദിയുടെ കോട്ട് ഒരു കാലത്ത് വലിയ ചർച്ചയായി. അതേപോലെ തന്നെ ഇപ്പം അജയ് തറയിൽ ഈ കാര്യം പറയുന്നു, ഖദർ ഇടുന്നില്ല പുതിയ തലമുറ എന്ന് പറയുന്നു. എന്നാൽ ഇതെല്ലാം നോക്കാൻ വേണ്ടി രാഷ്ട്രപതിയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഗവർണറങ്ങളാണെങ്കിൽ ഒരമ്മച്ചിയെ ഫേഷ്യലൊക്കെ ചെയ്യിപ്പിച്ച് സാരി ഉടുപ്പിച്ച് അതാണ് ഭാരതാംബ എന്ന് പറയുന്നത്. അതൊരു വിശാലമായ കോൺസെപ്റ്റാണ്. അത് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്നൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു പ്രതീകാത്മകമായിട്ട് പറയുന്ന അജയ് തറയിൽ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1920കളിലാണ് എനിക്ക് തോന്നുന്നത് ഈ ഖദറിൻ്റെ ഒരു രാഷ്ട്രീയം വരുന്നത്. അത് അന്ന് വൈദേശിക ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, ഇവിടുത്തെ സ്വന്തം നമ്മുടെ പ്രൊഡക്റ്റിനെ സ്വാശ്രയത്വത്തിലേക്ക് കൊണ്ടുപോവുക. അത് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് സ്വദേശിവൽക്കരണം. അത് 47-ന് ശേഷം അതിന് പ്രസക്തിയില്ല. ഇന്നിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അജയ് തറയിൽ പറഞ്ഞതിന് പിന്നിലുള്ള കാരണം ഇത്രയേ ഉള്ളൂ. പുള്ളി ഇപ്പം കുറേ കാലമായിട്ട് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ ഇന്ന് അറിയുന്നത്. കാരണം ഈ പ്രസ്താവന വന്നപ്പോൾ മറ്റേ പുള്ളിയൊക്കെ നമ്മൾ മറന്നുപോയിരുന്നു. അപ്പോൾ എല്ലാവരും മീഡിയ തന്നെ അറ്റൻഷൻ കിട്ടുന്നു. അപ്പോൾ എന്നെ ഒന്ന് ഒരു ദിവസമെങ്കിലും ശ്രദ്ധിച്ചോട്ടെ, ഒരു ദിവസമെങ്കിലും അന്തരീക്ഷത്തിൽ നിൽക്കാമല്ലോ, അതിനുള്ള മറുപടിയും ഒക്കെ ആയിട്ടും പോകും. അപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്നുള്ളതെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞാൽ അല്ലാതെ വേറെ രാഷ്ട്രീയമൊന്നും അതിലില്ല. ഇപ്പോൾ ഖദറിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ തന്നെ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന പോളിസ്റ്റർ തുണിക്ക് വലിയ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും പോളിസ്റ്റർ ഇടുമോ? കാരണം നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല. ഖദർ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പണ്ട് ഇവരോട് ഇവരുടെ ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ച ഒരു നയത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. ഇപ്പോൾ ലോകത്തെ ഗാർമെൻറ്റ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ആണ് ഇന്ത്യ. ഇപ്പോൾ UK-ലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഉള്ളവരിടുന്ന ഈ വാൻ ഹുസൈനും പീറ്റർ ഇംഗ്ലണ്ടും ഒക്കെ ഇവിടെ നിന്ന് പോകുന്നതാണ്. നമ്മളെ തിരുപ്പൂർ എന്നൊക്കെയാണ് സ്റ്റിച്ചിങ് യൂണിറ്റുകൾ കൂടുതലുള്ളത്. അതുമാത്രമല്ല ബനിയൻ ക്ലോത്ത്സിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള രാജ്യവും ഇന്ത്യ. മറ്റിവർക്കുണ്ടായിരുന്നു, ബംഗ്ലാദേശിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരോട് പലരും ഒരു അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയതുകൊണ്ട് അവരുടെ മാർക്കറ്റൊക്കെ മൊത്തം ഇടിഞ്ഞു പോയി. നമ്മളെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇതിൻ്റെ കേന്ദ്രമാണ് തിരുപ്പൂരത്. ഇപ്പോൾ തിരുപ്പൂർ എന്നുള്ള പ്രൊഡക്ട്സാണ് പോകുന്നത്. നമ്മളെ ഇവിടെ നിന്ന് എല്ലാം കയറി പോകുന്നത്. ഇപ്പോൾ കിറ്റക്സിൻ്റെ പ്രൊഡക്റ്റ് അവരുടെ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റല്ല, ഇവരെല്ലാം പുറത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് അന്ന് വെച്ച രാഷ്ട്രീയം ഇപ്പോൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നതിനകത്തൊരു അർത്ഥമില്ല. 2, ഈ വസ്ത്രത്തിലല്ലോ രാഷ്ട്രീയമായിരിക്കുന്നത്. രാഷ്ട്രീയത്തെ വസ്ത്രത്തിൽ കുട്ടി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥമില്ലാത്തൊരു കാര്യം. ഇപ്പോൾ ഗാന്ധിജി 100 നിൽക്കുന്നു, ചർക്ക എന്ന് നമ്മുടെ ഒരു പ്രതീകമായിട്ട് വന്നു. ആ കാലഘട്ടത്തിലെല്ലാം ജീവിക്കുന്ന എന്നുള്ള ഒരു പ്രാഥമിക ബോധം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് അവർക്ക് ഈ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ. ഈ വിഷയത്തിനകത്ത് തന്നെ വസ്ത്രം എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കംഫർട്ടബിൾ ആവണം. പിന്നെ എല്ലാവർക്കും, എനിക്കാണെങ്കിലും ഗ്രീഷ്മിക്കാണെങ്കിലും ഒക്കെ നമ്മൾ നന്നായിട്ട് വസ്ത്രം ധരിച്ച് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. വസ്ത്രം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതാണ്. മുണ്ടെടുക്കുന്നവർ മുണ്ടെടുക്കും, പാനിടുന്നവർ പാനിടും. ഇന്നത്തെ കാലത്ത് ജീൻസ് ഇട്ടും ടീഷർട്ട് ഇട്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് തന്നെ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ്. അജയ് തറയിലിൻ്റെ അടുത്ത് അബിൻ വർക്കി തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ജീൻസും ടീഷർട്ടും ഇടുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരനല്ലേ? അജയ് തറയിൽ ആദ്യം പോയിട്ട് രാഹുൽ ഗാന്ധി അത് ലയിപ്പിക്കുക, മല്ലികാർജ്ജുൻ ഖാർഗെ അത് ലയിപ്പിക്കുക. അവരൊക്കെ മറ്റുള്ള ഡ്രസ് കോഡിലല്ലേ പോകുന്നത്. രാജീവ് ഗാന്ധി എന്ത് വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്? ഖദറല്ല ധരിച്ചിട്ടുള്ളത്. ഖദർ എന്ന് പറയുന്നത് കേരളത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയമല്ല. ഖദർ നമുക്കിവിടെ ഖാദി ബോർഡുണ്ട്, ഒക്കെ ശരിയാണ്, നമ്മളെ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ മാർക്കറ്റ് കണ്ടെത്താനും ഒക്കെ വേണ്ടിയിട്ട്. പക്ഷേ അത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിന്നൊരു പ്രതീകത്തെ കേരളത്തിൽ മാത്രമുള്ളവർ ഖദറിട്ട് നടക്കണം, ബാക്കിയുള്ളവർ എന്ത് വിട്ട് നടന്നോട്ടെ എന്ന് പറയുന്നത് വിവരക്കേടാണെന്നാണ് ആദ്യം പറയേണ്ടത്. ഇതിനകത്ത് വേറൊന്ന് ഇപ്പോൾ ഡ്രസ് കോഡ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഡ്രസ് കോഡൊന്നും ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സാരി ഉടുത്തല്ല MLA-മാർ ജീൻസും ടീഷർട്ടും ഇട്ട് അവരും പോയാൽ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആണുങ്ങളാണെങ്കിലും പാൻറ്റ് കിട്ട് പോകണം ഇനിയിപ്പം, അങ്ങനെ പോകാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് വക്കീലന്മാരെ ഡ്രസ് കോഡ് തന്നെ.
വക്കീലന്മാരും ജഡ്ജിമാർ ഈ വവ്വാല് പോലെയുള്ള ആകെ പൊതിഞ്ഞിട്ട് ഈ കറുത്ത തുണി ചൂട് കാലത്ത് എത്ര ബുദ്ധിമുട്ടാണ് ഈ ചൂട് കാലത്ത് ഇതിട്ട് പോകുക എന്ന് പറഞ്ഞാൽ. പലർക്കും ഈ ഡ്രസ് കോഡ് മാറണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ നേഴ്സുമാർക്ക് വെള്ള ഡ്രസ്സ് വരുന്നു, അല്ലെങ്കിൽ പോലീസിന് കാക്കി വരുന്നു. അതൊക്കെ പിന്നെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും പിന്നെ അവർക്ക് അവർ പോലീസാണെന്ന് നമുക്ക് തിരിച്ചറിയാനും ഒക്കെയാണ് എക്സൈസ് അങ്ങനെയുള്ള സേവനങ്ങൾക്കൊക്കെ തന്നെ വരുന്നത്. മറ്റിടത്തൊക്കെ കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയത്തിൽ പിന്നെ ബൂത്ത് പ്രസിഡന്റ് ഇന്ന ഡ്രസ്സ്, മണ്ഡലം പ്രസിഡന്റ് ഇന്ന ഡ്രസ്സ്, KPCC ഭാരവാഹി ആയി കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ്, അങ്ങനെയൊന്നും ഇട്ട് നടക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ചെലവുകൾ സാധാരണ ഒരു പൊതുപ്രവർത്തകന് താങ്ങാൻ കഴിയുന്ന അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒന്ന്, കേന്ദ്ര പിന്നെ സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല വിലയാണ്. രണ്ട്, ഇത് പ്യുവർ വൈറ്റ് ആണല്ലോ. ഇത് പിന്നെ ഒരു ദിവസം രാവിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് വേർപ്പ് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങത്തില്ല. കാരണം തിക്നെസ് കൂടുതലാണല്ലോ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഫാബ്രിക് അങ്ങനത്തെയാണ്. പിന്നുള്ളത് പിന്നെ കെതറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പണ്ട് കാലത്ത് കഞ്ഞിപ്പശയൊക്കെ ചേർത്തിട്ടായിരുന്നു ഇത്. എന്നാലേ അത് കൃത്യമായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. നമ്മൾ ആരെങ്കിലും എത്തും. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും മടിയുള്ള കാര്യം അയൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ കെതർ അയൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാ മെറ്റീരിയൽ അയൺ ചെയ്യുന്ന പോലെ ഈസി അല്ല. ഈ കെതർ ഇപ്പം കഞ്ഞിപ്പശയല്ല, ഈ സ്റ്റാർച്ച് വെച്ചിട്ടാണ് ഇവരത് പിന്നെ കഴുകുന്നത്. അത് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യവുമല്ല. എല്ലാവരും ഇത് മറ്റേ പുറത്തു കൊണ്ടുപോയി കൊടുത്തിട്ടാണ് കഴിയിപ്പിക്കുന്നത്. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ സാധാ നമ്മളൊരു ഷർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 12 രൂപയും 15 രൂപയൊക്കെ ഒരു ഷർട്ട്, ഒരു പാൻറ്റാണെങ്കിൽ 15 രൂപയും ഷർട്ടിന് 12 രൂപയാണ്. അത് അവർ അയൺ ചെയ്ത് തരും. മറ്റേത് കഴുകുകയും വേണം, അയൺ ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ 10-60 രൂപ കൊടുക്കണം. ഈവൻ ദിവസം 2 എണ്ണം അങ്ങനെ കഴുകണം എന്നുണ്ടെങ്കിൽ 120 രൂപ എടുക്കണം. ഇപ്പം ചായ കുടിക്കാൻ പൈസ ഇല്ല, ഭരണത്തിന് പുറത്തിരിക്കുക. 9 വർഷമായിട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇവരൊക്കെ. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു സാധാരണക്കാരന് സമ്പാദ്യത്തിനുള്ള ഒരു സോഴ്സ് ഒന്നും അല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുമല്ല ഒരു വരുമാനവും ഇല്ല. വരുമാനം ഉണ്ടാവില്ല. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മന്ത്രിമാരുണ്ടാവും, മന്ത്രിമാർക്കും MLA-മാർക്കും അതനുസരിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ സാധാരണക്കാരെ സ്റ്റാഫിനെയും ഉൾപ്പെടുത്താൻ പറ്റും. അതെല്ലാം പാർട്ടി പ്രവർത്തകരായിരിക്കും. അപ്പോൾ പിന്നെ ഒരു മിനിസ്ട്രി വരുമ്പോൾ 10-27 മന്ത്രിമാരുണ്ടാകുമ്പോൾ ഓരോ ആളും 30 പേരെ വെച്ചിട്ട് സ്റ്റാഫിലെടുക്കുന്നുണ്ട്. അവരുടെ ഡ്രൈവർ ഉണ്ടാവും, അവരുടെ പിന്നെ ബാക്കിയുള്ള സ്റ്റാഫുണ്ട്. ഇവർക്കൊക്കെ ജീവിച്ചു പോകാനുള്ള പൈസ ഉണ്ടാവും. പിന്നെ അതിൽ നിന്ന് അവർക്ക് ശമ്പളം ഉണ്ടെങ്കിലും ആ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത പൈസ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കും അവർ ആ ശമ്പളത്തിൽ നിന്ന്. അപ്പം ഒരു 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആളാണെങ്കിൽ ഒരു 10,000 രൂപ മാസം കൊടുക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ വേറെ കുറേ പേരെ ഫീഡ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നടക്കാനും ഒക്കെ പറ്റും. ഇപ്പം അങ്ങനെ സംവിധാനമില്ല. ഇപ്പം ഈ തുണിയുടെ കാര്യം കൊണ്ടുവന്നത് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചീപ്പായിട്ടുള്ള സാധനമാണ് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആരെങ്ങനെ ഡ്രസ്സ് ഇട്ട് പോയാലും പണ്ട് കാലത്ത് എല്ലാവരും വെള്ളയായിരുന്നു ഇടുക, എല്ലാ MLA-മാരും. എനിക്ക് ഓർമ്മയുള്ള നമ്മളെ ചെറുപ്പത്തിലൊക്കെ കേൾക്കുമ്പോൾ. ഇപ്പം പിന്നീട് ആ ട്രെൻഡ് മാറ്റി തുടങ്ങിയത് MK മുനീറും അതേപോലെ KB ഗണേഷ് കുമാറും ഒക്കെയാണ്. KB ഗണേഷ് കുമാറൊക്കെ പലതരത്തിലുള്ള ഡിസൈനുകൾ ഇട്ടുകൊണ്ടുപോയി. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട ഒരു ഷാഫിയും ഇവരൊക്കെ അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതിന് എന്താ കുഴപ്പം? അങ്ങനത്തെ ഡ്രസ്സ് ഇടണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. കെതറന്നെ ഇടണം എന്ന് ആഗ്രഹിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട്. പല DCC പ്രസിഡന്റുമാരും പല രാഷ്ട്രീയക്കാരുണ്ട്. അത് അവരുടെ ചോയ്സാണ്. അങ്ങനെ യൂണിഫോം ഇട്ടിട്ട് നിങ്ങൾ ജോലിക്ക് വന്നാൽ മതി, പാർട്ടി പണിക്ക് വന്നാൽ മതി എന്ന് പറയുന്നത് അതേ പറഞ്ഞ വിവരക്കേടാണ്. പുള്ളി പിന്നെ ഒരാൾ കെതർ ഇട്ടെന്നും കണ്ട് കോൺഗ്രസ് ആവത്തുമില്ല, കെതർ ഇട്ടില്ലെന്നും കണ്ട് കോൺഗ്രസ് ആകാതെ ഇരിക്കത്തില്ല. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്ററി ഒക്കെ ഉണ്ടാവും, MLA ആവണം, MP ആവണം, മന്ത്രി ആവണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവും. അതിനപ്പുറത്ത് അഴിമതിക്ക് ഒന്നും കൂട്ടു നിൽക്കാതെ, വഴിവിട്ട മാർഗത്തിൽ പണം സമ്പാദിക്കാതെ ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. അതെ, ജനങ്ങളെ ഗദർ നോക്കിയല്ലോ വോട്ട് ചെയ്യുന്നത്. അല്ല, ഗദർ നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ ഇപ്പം ഇന്ന് പുതിയ കാലത്ത്, ഇപ്പം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മമ്മിയൊക്കെ സാരി മാത്രമേ ഉടുക്കുള്ളായിരുന്നു വീട്ടിലും. അത് ചിലപ്പോൾ പോളിസ്റ്റർ സാരിയാണ് അന്നൊക്കെ. ചൂട് കാലത്ത് അത്ര സഫർ ചെയ്യും. പിന്നീട് അതിൽ നിന്ന് വന്ന് മാക്സിലേക്ക് എത്തി. അത് കഴിയുമ്പോൾ ഇപ്പം എല്ലാവരും പിള്ളേരൊക്കെ ഷോർട്സൊക്കെ ഇടുന്നത്. പിന്നെ അങ്ങനെ ഇടുന്നത്, അല്ലെങ്കിൽ ചിലർ മിഡി ആയിരിക്കും ഇടുന്നത്. കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അതില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ ചൂരിദാറായിരുന്നു ഒന്നുണ്ടായിരുന്നത്. ഈ ചൂരിദാർ അതിനു മുമ്പുള്ള കാലത്ത് നമ്മൾ പഴയ സിനിമ കാണുമ്പം ഈ ഫുൾപ്പാവാട ഒരു മഴക്കാലത്ത് കൊണ്ടിട്ടുകൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ആകെ നനയും. അതേപോലെ തന്നെ കാറ്റടിച്ചാലും പ്രശ്നമാണ്, ഒക്കെ പ്രശ്നമാണ്. അങ്ങനെയുള്ള കാലത്ത് അന്നത്തെ രീതി ഇതായിരുന്നു, ധാവണി ചുറ്റുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ആരെങ്കിലും ഇപ്പം പൊതുവേ പെമ്പിള്ളാരൊന്നും സാരി ഉടുക്കുന്നേ ഇല്ല. എൻ്റെ ഒരനിയത്തിയാണെങ്കിൽ അവൾ കല്യാണത്തിനൊന്നും മാത്രമാണ് സാരി ഉടുത്തിട്ടുള്ളത് ജീവിതത്തിൽ. അത് തന്നെ അവളെ ഉടുപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് ഭയങ്കര പാടാണ്. പഴയ ആളുകൾ എങ്ങനെയാണ് അത് ചെയ്തിരുന്നതെന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. കാരണം അത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള. പിന്നെ എന്നാലും നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഈ സാരിയുടെ എനിക്ക് കേരളത്തിലെ ഏറ്റവും നല്ല ബ്രാൻഡ് അംബാസഡർ സ്മൃതി പ്രതീകാണ്, നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ. സാരി വളരെ മനോഹരമായിട്ട് ഉടുക്കുകയും ചെയ്യും. അങ്ങനെ അത് അവരുടെ ഇഷ്ടം, അതാണ്. അവർ വേറെ ഇതിനകത്ത് ഡിസ്കംഫർട്ടബിളാണ്. അപ്പോൾ വസ്ത്രത്തെക്കുറിച്ചുള്ള ഈ ധാരണയൊക്കെ മാറേണ്ടത് തന്നെയാണ്.
ഇത് രാവിലെ വെള്ളയും കൊടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയക്കാരനായി എന്നുള്ളതല്ല. ഇവരുടെ മനസ്സിലെന്താ, അവൻ്റെ ബുദ്ധിയിലെന്താണ്, അവനെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. പിന്നെ വേറെ കാര്യം, ഈ കെതർ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വാഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പെട്ടെന്ന് പ്യൂർ വൈറ്റ് അല്ലേ, പെട്ടെന്ന് അത് പൊടി പെട്ടെന്ന് അബ്സർവ് ചെയ്യുന്ന കൂടിയാണ്. ഇപ്പം നമ്മളിതിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ പോവും. ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു തിരുവനന്തപുരത്ത് പോയിട്ട് കുറച്ച് ദിവസം സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി പോകുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പോയാൽ ഒരു 4-5 ദിവസം അവിടെ നിൽക്കണമെങ്കിൽ ഈവൻ പിന്നെ വണ്ടി വിളിച്ചു കൊണ്ടുവരും ഈ സാധനം ലോഡ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ. കാരണം ഒരു ബാഗിൽ ഒരു 3-4 ജോഡി വെക്കുമ്പോൾ തന്നെ, കാരണം ഇതിൻ്റെ തിക്നെസ്സും ഉണ്ട് മെറ്റീരിയലിൻ്റെ. ഇതൊക്കെ വളരെ അശാസ്ത്രീയമായ രാഷ്ട്രീയ ബോധം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു വിവരക്കേടായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ അത്തരം ഒരു ഡ്രസ് കോഡിലേക്ക്, രാഷ്ട്രീയക്കാരന് ഡ്രസ് കോഡില്ല നിലവിൽ, ഡ്രസ് കോഡിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ട് ഷോർട്സ് ഇട്ടിട്ടോ ബർമൂഡ ഇട്ടിട്ടോ പോവുക എന്ന് പറഞ്ഞാലും ഒരു ബോറാണ്. നമ്മൾ പിന്നെ MP യോ MLA യോ അല്ലെങ്കിൽ മന്ത്രിയോ ഒക്കെ അങ്ങനെ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ. പല വിദേശ രാജ്യങ്ങളിലും അതിന് പ്രോട്ടോക്കോളുണ്ട്, അവരുടെ ഡ്രസ് കോഡ്. ഇപ്പോൾ US എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് കോട്ട് നിർബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഉറപ്പില്ല. പക്ഷെ എന്നാൽ പല രാജ്യങ്ങളിലും അങ്ങനെയൊന്നുമില്ല. ഇപ്പം സെലൻസ്കി ടീഷർട്ട് ഇട്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് ഇൻസൾട്ട് ചെയ്തത്. അപ്പം അങ്ങനെ ഡ്രസ് കോഡ് ഇല്ല ഇവിടെ, നമ്മുടെ രാജ്യത്തില്ല. നമ്മുടെ രാജ്യത്ത് ദ്രൗപദി മുർമു സാരി ഉടുക്കുന്നു, നമ്മളെ പ്രസിഡന്റുമാരെല്ലാം സാരി. ഞാൻ പറയുന്നത് എല്ലാവരും മാന്യമായിട്ടില്ലേ ഡ്രസ്സ്. ഏത് രാഷ്ട്രീയക്കാരനാണ് പിന്നെ മോശമായിട്ട് ഡ്രസ്സ് ധരിക്കുന്നത്? ഇപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ ഈ ഇലക്ഷൻ കാലമാകുമ്പോൾ എല്ലാ പാർട്ടിക്കാരും SFIക്കാരും KSCക്കാരും ഒക്കെ പിന്നെ ആ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന അന്നോട്ട് മുണ്ട, റിസൾട്ട് വന്നിട്ട് വോട്ടെണ്ണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിക്ടറി ഡേയുടെ അന്ന് വരുമ്പോൾ പിന്നെയും പാൻറ് ഇൻസൈഡ് ചെയ്ത് വരും. പക്ഷെ ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പാൻറ്റായിരുന്നു. ഡിഗ്രിക്ക് എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ 3 വർഷവും മുണ്ട് മാത്രമേ കൊടുത്തേ പോയിട്ടുള്ളൂ. എനിക്ക് കാരണം മുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ മാറ്റം വരുന്നത് ഇപ്പം പിന്നെ നമുക്ക് പലയിടത്ത് യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ പോക്കറ്റ് വെക്കേണ്ടി വരും, പല ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഡ്രസ്സ് എന്ന് പറയുന്ന സാധനം പിന്നെ ഇത്ര പ്രാധാന്യം കൊടുക്കുക. ഇവരെന്തിട്ടാലെന്താ, ഒന്നും ഇല്ലാതെ നടക്കായിരുന്നോ, അതത്രേ ഉള്ളൂ. ഡ്രസ്സ് മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് പോവുക. അപ്പം ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കളാണെന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ടിയിൽ പിന്നെ ലീഡർഷിപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനം നടക്കുമ്പോൾ വെള്ളം കൊണ്ട് കൊടുത്തിട്ടാണ് പോവുക. ഞാൻ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടായിരുന്നു പോവുക. പല പൊതുയോഗത്തിൽ പ്രസംഗിക്കാനുണ്ടാകുമ്പോൾ വെള്ളം കൊണ്ട് കൊടുത്തു പോകും. അല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സൈഡ് വേറെ പരിപാടികളുണ്ട്. പിന്നെ ഇത് വെള്ളം കൊണ്ട് കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് 4 സ്ഥലത്തിരിക്കുമ്പോൾ തന്നെ ഇത് ചെളിയാവും. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം പിന്നെ നമ്മളെന്ത് ധരിച്ചു എന്നുള്ളതല്ല, നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അജയ് തറയിലൊക്കെ വീട്ടിലിരിക്കേണ്ട ഇതൊക്കെ പിന്നെ എക്സ്പയർ ആയിരുന്നേ. അതിൻ്റെയൊക്കെ പൊളിറ്റിക്കൽ ഡെപ്ത് ഇല്ലാതായി പോയി എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മത്സരിച്ചാൽ ഇനിയിപ്പോൾ എവിടെ സീറ്റ് കിട്ടാനും പോകുന്നില്ല, ജയിക്കാനും പോകുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഓരോ സ്ഥാനത്തെത്തി MP ആവുന്നു, ഇനിയും ഭരണം കിട്ടിയാൽ മന്ത്രിയാവാൻ പോകുന്നു, MLA മാരാവുന്നു. ഇന്നലെ വന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയൊക്കെ സ്റ്റാറായിട്ട് പോകുന്നു. അപ്പോൾ പുള്ളിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള ജലസിക്ക് ആളുകളുടെ ഇടയിൽ എന്തോ ഞാൻ വലിയ സംഭവമാണ്. പിന്നെ അജയ് തറയിൽ നിന്ന് പറഞ്ഞ ആളെ അങ്ങനെ ആളുണ്ടല്ലോ എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറ്റി. ഇപ്പോൾ പുതിയ തലമുറയിലുള്ള പിള്ളേർക്ക് അജയ് തറയിനെ അറിയത്തില്ല. ഇങ്ങനെ കോൺഗ്രസിന് എന്തോ ഗുണകരമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി എന്നുള്ളതിനപ്പുറത്ത് ഇതിനകത്ത് നമ്മളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്.